ഹായ് ഹലോ, ദിസ് ഇസ് വിഷ്ണു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗണ്ണിൻ്റെ ട്യൂട്ടോറിയലാണ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൺ വെച്ച് അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുമെന്ന്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയലാണ് ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിലേക്ക് പോകാം. നമുക്ക് നേരെ ഒരാൾ ഗണ്ണിങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് ഹെഡിന് നേരെ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ളതാണ് ഇന്ന് ചെയ്യുന്നത്. അതായത് ഈ രീതിയിൽ പിടിച്ചിരിക്കുന്ന നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരെ അയാളുടെ കയ്യിൽ കയറി പിടിക്കുക. അതായത് ഗണ്ണിലും കയ്യിലുമായിട്ട് കയറി പിടിക്കുക. ഇത് പിടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ നേരെ നിന്നിട്ട് ചെയ്തെടുക്കുക, വിളിച്ചെടുത്ത് നേരെ പിടിക്കുക. ഇത് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നേരെ ഈ കൈ വെച്ച് നേരെ പിടിക്കുക. ഈ പിടുത്തത്തിനോടൊപ്പം തന്നെ നമ്മൾ ഹെഡൊന്ന് ജസ്റ്റ് കുനിഞ്ഞു കൊടുക്കണം ബാക്കിലേക്ക്. ഈ കുനിയണം. അല്ലെങ്കിൽ നമ്മൾ പിടിക്കുന്ന ടൈമിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് കൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ നേരെ നിന്നുകൊണ്ട് ഒരിക്കലും പിടിക്കാൻ പാടില്ല. ചെയ്യേണ്ടത് എപ്പോഴും പിടിക്കുന്നതോടൊപ്പം തന്നെ ബോഡി താത്തി കൊടുക്കുക. അതായത് നേരെ സഡനായിട്ട് തന്നെ നേരെ താത്തി കൊടുക്കുക. ഓക്കെ. അപ്പം പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ എപ്പോഴും നമ്മൾ ഈ ഒരു ലെവലിൽ പൊക്കി പിടിക്കുക. ഓക്കെ, ഈ ലെവൽ. കാരണം ഇവിടുന്ന് നമുക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും ഗണ്ണിൽ. ഓക്കെ, നമ്മൾ താത്തിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസാണ്. അപ്പോൾ നമുക്ക് ടൈം ഒരുപാട് എടുക്കും. അപ്പം എപ്പോഴും നമ്മൾ ഈ രീതിയിൽ ഹാൻഡ് പിടിക്കുക. പിടിച്ചതിന് ശേഷം നേരെ ഈ രീതിയിൽ പൊക്കുക. പൊക്കുമ്പം ശ്രദ്ധിക്കുക, ബോഡി താത്തി കൊടുക്കുക. ഒരിക്കലും നേരെ നിന്നുകൊണ്ട് പൊക്കാൻ പാടില്ല. നേരെ പൊക്കുക. ഇത് ചെയ്യുന്ന അതേ സമയം തന്നെ നമ്മൾ അറ്റാക്ക് കൂടെ ചെയ്യുക. ഓക്കെ, നേരെ നമ്മൾ പിടിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ നേരെ അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് ചെയ്ത് നേരെ വലിക്കുക, നേരെ എടുക്കുക. ഓക്കെ, വലിക്കുമ്പോൾ വലിച്ച് നേരെ ബാക്കിലേക്ക്, ഇവിടുന്ന് ഗണ്ണ് നേരെ ബാക്കിലേക്ക് വലിക്കുക. ബാക്കിലേക്ക് വലിച്ച് മുന്നോട്ട് ജസ്റ്റ് ഒന്ന് തള്ളി വലിക്കുക. ഇത് വലിക്കുമ്പോൾ ഇയാളുടെ കൈ ഇതിൻ്റെ അകത്ത് ലോക്കായിട്ടിരിക്കുക. ഈ ലോക്കായിട്ടിരിക്കുമ്പം നല്ല പെയിൻ ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ട് വലിക്കുമ്പോൾ നേരെ ഊരിപ്പോയി. ഓക്കെ, ഇനി ഈ വിരൽ ലോക്കാവുന്ന ഞാൻ ഇപ്പുറത്ത് കാണിച്ചത്. ഇവിടുന്ന് ഇതേ വിരൽ ഇവിടെ ഇരിക്കുകയല്ലേ, ഇത് നേരെ ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വലിക്കുക. അങ്ങോട്ട് വലിച്ച് ഇങ്ങോട്ട് തിരിച്ച് വലിക്കുകയാണ്. ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ റിസ്റ്റും ഈ ഫിംഗറും ജാമാവുകയാണ് ഇവിടെ. കണ്ടോ, ഈ രീതിയിൽ നേരെ വലിച്ച് ബാക്കിലേക്ക് വലിക്കുകയാണ്. അപ്പോൾ വിരലിനകത്ത് ജാമായിരിക്കുന്നതുകൊണ്ട് നേരെ കൂടെ ഇങ്ങ് പോരും ആൾ. വേദന കാരണം അവിടുന്ന് പിടിപെടും ഗണ്ണിൽ നിന്ന്. നേരെ വലിക്കുക, നേരെ എടുത്ത് പോയിന്റ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തത് നേരെ മുകളിലോട്ട് പൊക്കുകയാണ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് നേരെ സൈഡിലോട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബോഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒഴിവിട്ടുകൊണ്ട് തന്നെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നേരെ നമ്മൾ ബോഡി ഈ സൈഡിലോട്ട് മാറ്റുക. നേരെ ഇവിടെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മാറിക്കൊടുക്കുക. നേരെ സൈഡിലോട്ട്. ഓക്കെ, ഈ പിടുത്തം നേരെ ഇവിടെ നേരെ പിടുത്തം പിടിക്കുക. ബോഡി എപ്പോഴും ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക. ഇത് നേരെ പിടിച്ച് നേരെ അങ്ങോട്ട് തിരിക്കുക. അങ്ങോട്ട് തിരിച്ച് നേരെ ബാക്കിലേക്ക് വലിക്കുക. പിടിച്ച് നേരെ പിടിക്കുക. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തത് സ്ട്രെയിറ്റ് ഗണ്ണ് പിടിക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയാണ് ചെയ്തത്. ഇനി ചെയ്യാൻ പോകുന്നത് ബാക്കിൽ നമ്മൾ ഗണ്ണ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടാമെന്നാണ്. പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദൂരെ നിന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത്. ദൂരെ നിന്ന് വെടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓടി രക്ഷപ്പെടുക, അതേ ഉള്ളു വഴി. ഓക്കെ, അപ്പം അതിന് ചെയ്യാൻ പോകുന്ന നേരെ ബാക്കിൽ വെക്കുകയാണ്. ഓക്കെ, ഇതേപോലെ ബാക്കിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഒഴിവിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നേരെ തിരിഞ്ഞു കൊടുക്കുക. ബോഡി തിരിയുമ്പോൾ നമ്മുടെ ശരീരത്തു നിന്നും ഗണ്ണ് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഈ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. ഇപ്പുറത്തുനിന്ന് കഴിച്ച് ശ്രദ്ധിക്കരുത്. ഇവിടുന്ന് ഞാൻ തിരിയുമ്പോൾ ഗണ്ണിൻ്റെ പോയിൻ്റ് ഉണ്ടോ, ശരീരത്തുനിന്ന് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്ലോയിലല്ല ചെയ്യേണ്ടത്, നല്ല സ്പീഡിൽ തന്നെ ചെയ്യണം. ഇവിടെ നമ്മൾ നേരെ തിരിയുകയാണ്. തിരിഞ്ഞ് നേരെ പിടിക്കുകയാണ് ചെയ്യുന്നത് കയ്യിൽ. ഈ രീതി ഇങ്ങനെ പിടിക്കുകയാണ്. പിടിച്ച് നേരെ ഫേസിന് അറ്റാക്ക് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്, കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോണൻറ്റിന് ഒരിക്കലും ഒരു ചാൻസ് എടുക്കാനുള്ള അവസരം കൊടുക്കരുത്. ഇപ്പോൾ ഗണ്ണാണ് കയ്യിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ തിരിഞ്ഞ് നേരെ അറ്റാക്ക് ചെയ്യുമ്പോൾ
പിന്നെ ഇതിൽ നിന്നുള്ള ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ മാറും. ഓക്കെ, ഈ അറ്റാക്ക് കിട്ടിയതിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ പെയിനിലൊക്കെ ആയിരിക്കും ശ്രദ്ധ പോകുന്നത്. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ ഇവിടുന്ന് നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ട് നേരെ ഇവിടുന്ന് എടുക്കാം, ഈ ഗൺ ഇങ്ങനെ തിരിച്ചെടുക്കാം, നേരെ കൈ നേരെ വലിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, ഒരു രീതി. ഇനി അതേപോലെ തന്നെ നമുക്ക് നേരെ രീതി പിടിച്ചാൽ അടിച്ച് നേരെ ഇവിടുന്ന് കിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ഇവിടുന്ന് നേരെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾ താഴെ. ഓക്കെ, ഫേസിന് പഞ്ച് ചെയ്യാം, നേരെ ഇവിടുന്ന് എടുക്കാം. നേരത്തെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നതാണ് കണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട്. അതായത് ഇപ്പം ഇങ്ങനെ പിടിച്ചിരിക്കുന്നിടത്തുനിന്ന് നമ്മൾ നേരെ റൈറ്റ് സൈഡിലോട്ട് തിരിയുവാണ്. റൈറ്റ് സൈഡിലോട്ട് തിരിയുമ്പം നേരെ കാല് നേരെ ബാക്കിലേക്ക് എടുത്ത് വെച്ചാൽ തിരിയുക. ഈ തിരിവിനോടൊപ്പം തന്നെ നേരെ കൈ അകത്തൂടി കയറ്റി പിടിക്കുക. പിടിച്ച് നേരെ കാല് കയറി ഈ കൈയുടെ ഇവിടെ ജോയിൻറ്റിന് താഴെയായിട്ട്, ഷോൾഡർ ജോയിൻറ്റിന് താഴെയായിട്ട് നേരെ അറ്റാക്ക് ചെയ്യും. ഇത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇവിടെ ഇടുവാണ് ചെയ്യുന്നത്, കിക്ക് ചെയ്യുന്നത് നേരെ. ഓക്കെ, ഇവിടെ നേരെ കൈ നമ്മുടെ റൈറ്റ് ഹാൻഡ് നേരെ പൊക്കി കഴിഞ്ഞാൽ ജോയിൻറ്റ് പൊടിയും, നേരെ പൊക്കിയാൽ മതി.